നല്ല കിടിലൻ വൈബ് സിനിമയാണെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ട് കുട്ടികളും ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ജിംബാനെ കണ്ടേ പറ്റൂ. എന്തായാലും കുട്ടികളുടെ ഇഷ്ടമല്ലേ, അപ്പൊ അവരെയും കുട്ടി സിനിമയ്ക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ചു നേരം നടക്കിലേക്ക് പോയി. ഗുരുവായൂരാണ് കേട്ടോ ഞങ്ങൾ സിനിമ കണ്ടത്. സിനിമയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അത് കുട്ടികൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടതായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ കിഴക്കേനടയിൽ പുസ്തകോത്സവത്തിൽ കയറിയപ്പോഴാണ് പിന്നെ എൻ്റെ വിഷമം മാറിയത്. ഇത് മംഗല്യ കോംപ്ലക്സിലെ മേലെയാണ് ഈ പുസ്തക പ്രദർശനം നടത്തുന്നത്. വായന എഴുത്തും കാര്യമായിട്ടൊന്നും നടക്കണില്ലെങ്കിലും പുസ്തകം കണ്ടാൽ വാങ്ങാതിരിക്കാൻ പറ്റുമോ? അപ്പൊ പതിവ് പോലെ മാധവിക്കുട്ടിയുടെ ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ടായി. പാട്ടിന്റെ ഒലിച്ചിലാണ് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ച പുസ്തകം. അങ്ങനെ പുസ്തകങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അബ്ബാസിക്കയുടെ നോവലുകൾ അവിടെ ഇരിക്കുന്നത് കണ്ടത്. വിശപ്പ്, പ്രണയം, ഉന്മാദം ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളതാണ്. എൻ്റെ ചുവപ്പ് കല്ലിന്റെ തിളക്കം എന്നുള്ള നോവല് ഓൺലൈൻ പ്രകാശനം ചെയ്ത ആളാണ് അബ്ബാസിക്ക. നല്ലൊരു എഴുത്തുകാരനാണ്. ആളുടെ എഴുത്തൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും നമുക്ക്. ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പുള്ളിയുടെ എഴുത്തിന്റെ ആധാരം. ഓർത്തിരിക്കാൻ ഒരു കഥയും ഇല്ലാത്ത സിനിമകളെക്കാളും എനിക്കിഷ്ടം ഇതുപോലെ ബുക്കുകൾ വായിക്കാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. വീണ്ടും നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണാം.